ഫ്ലവേഴ്സ് കോമഡി ഐറ്റം മേരുടെ ടീം ട്രിപ്പിൾസ്. ശ്യാമ്, സെൽവൻ, സൂര്യശ്രീ. നല്ല കൈഡി. അമ്മ, ആ ചിറാപ്പൂച്ചിന്ന് മാമ വല്യാമൻ രാവിലെ വന്നമ്മ. ഓ, നമ്മളെ ശോഭയുടെ വീട്ടിൽ എത്തി. മാമൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടമ്മ. അമ്മ, പിന്നെ മാമന് ഭയങ്കര സങ്കടം അമ്മ. നമ്മൾ മാമൻ്റെ അടുത്ത് കല്യാണം പറഞ്ഞില്ലല്ലേ, അങ്ങനെ അത് പറയുമ്പോ തന്നെ കണ്ണിന്ന് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നമ്മ. തന്നെ എന്തോന്ന് സീരിയൽ തുടങ്ങാറായെന്നാ? ആ വെയ് തള്ളക്ക് സീരിയലേ ഉള്ളു, മോന്റെ കാര്യത്തിൽ ഒരു ചിന്തയില്ല. എന്ത് ചെയ്യുമോന്ന് മാമൻ കരയല്ലേ? മാമ എനിക്കിത് സംഭവിച്ചത് മാമന് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. മാമൻ കരയല്ലേ? അതല്ല പിന്നെ മാമ ഒരു കാര്യമല്ലോ 9 കാര്യം വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അതല്ലെന്ന് പിന്നെ ഇവിടെ ഒന്നിന് പോകാനുള്ള സ്ഥലമില്ലേടാ, സൗകര്യം. അല്ല, ഇവിടെ പോകാൻ പറ്റൂല. ഇന്നലെ വൈകുന്നേരം ചിറാപ്പുഞ്ചിന്റെ ട്രെയിൻ കയറിയപ്പോ തൊട്ടിരിക്കുന്നതാണ്. മാമന് ട്രെയിനകത്ത് പൊക്കൂടായിരുന്നാ? ട്രെയിനിൽ ബാത്റൂം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് താല്പര്യമില്ല. എന്റെ മൂത്രം എത്തി കണക്ക് ഇങ്ങനെ വളക്ക് പൊട്ടിച്ച് കളയാൻ. അയ്യോ, ഞാൻ ഇങ്ങോട്ട് പോയാലോ? അയ്യോ, അവിടെ അപ്പന് വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആണെങ്കിൽ അമ്മമ്മയ്ക്ക് വിളക്ക് വയ്ക്കുന്ന സ്ഥലം. ഇവിടെ ചിറ്റപ്പൻ വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ്. അവിടെ ഒന്നും പോകരുത്. ഇവിടെ ചിറ്റപ്പന്റെ പെരിയപ്പൻ വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ്. അങ്ങനെ പിന്നെ ഇവിടെ എങ്ങും പോകൂല. അവിടെ ആണെങ്കിൽ പേരപ്പൻ വിളക്ക് വയ്ക്കുന്ന സ്ഥലമാണ്. തന്നെ അവിടെ ഒന്നും പോകൂല. മാമൻ പോണില്ലേ? നീ വിളക്കെത്തിക്കുന്നുണ്ടെ ഞാൻ എന്തിനാ പോണത്? അത് പുത്തമ്പള്ളി പോകൂലേ വിളക്കെത്തിക്കാൻ പോണേ? മാമ ഈ കാര്യത്തിനാണ് മാമ എന്റെ കൂടെ ഇവിടെ വന്നത്. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ തന്നെ മാമ വന്നത്. ഞാൻ പറഞ്ഞ കണ്ട പെണ്ണുങ്ങളെ തല്ലി മേടിക്കാൻ ഞാൻ പറഞ്ഞാണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ നിസ്സാര കാര്യത്തിനാണ് എന്റെ അമ്മായിയമ്മ പെടലിക്ക് വെച്ച് അടിച്ചെന്ന് അറിയാം. എടാ, നാണക്കേടാണ്. തെറ്റിപ്പൻ തറവാട്ടിന് നാണക്കേടാണ്. ഇത് നീ മനസ്സിലാക്കണം. ആണുങ്ങൾ പെണ്ണുങ്ങളെ തല്ലി മേടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഓഹോ, എനിക്ക് മാത്രമേ നാണക്കേടല്ല. കൊച്ചോമന്റെ കൈയോട് ഞാൻ എങ്ങനെ മാമി പഴങ്കഞ്ഞി കുടിച്ചോണ്ടിരുന്നപ്പോഴത്തെ കൈയിട്ടേന് മാമി തവിക്കണക്ക് അടിച്ച്, മനസ്സിലായ? അപ്പൊ ചിറ്റപ്പന്റെ കാലോട് ഞാൻ എങ്ങനെ അറിയാമോ? എങ്ങനെയാണ്? പായസം വെക്കാൻ വേണ്ടി അണ്ടിപ്പരിപാടി എടുത്ത് വെച്ച് നേരത്തെ വാരത്തുന്നു കൊണ്ടോ എറിഞ്ഞ് കുടിച്ചു. അങ്ങനെയാണ്. അപ്പൊ എനിക്ക് മാത്രമല്ല നാണക്കേട്, പിന്നെ എന്റെ അമ്മായി അമ്മ എന്റെ പള്ളിക്ക് അടിച്ച വലിയ നാണക്കേടൊന്നും ഇല്ലേ? നിന്നോട്ടും തിരിഞ്ഞാണ്ട അയ്യോ, എന്തോ നോക്കണ? അല്ല, ഇത് നട്ടല്ലാതെ പച്ച ഈർക്കിലാന്ന് ഞാൻ നോക്കുള്ളൂ. അതെന്താ അങ്ങനെ വെച്ചാൽ കണ്ണിക്കണ്ട പെണ്ണുങ്ങളെ അടി മേടിക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ വളഞ്ഞോണ്ട് നടക്കുന്നത്? കുടുംബക്കാരെ പേര് കളയാൻ വേണ്ടിട്ട്. മാമ നിസ്സാര കാര്യത്തിലാണ് മാമ എന്നെ അടിച്ചത്. അതല്ലേ ഞാൻ പറഞ്ഞ. ഞാൻ സംസാരിക്കാം. നിന്റെ അമ്മായിയമ്മ എങ്ങനെ ആള്? അമ്മായി എന്ന് പറഞ്ഞാൽ നല്ല വെളുവിളായി, കാണാൻ സുന്ദരി. കണ്ണാണെങ്കിൽ ഉണ്ട കണ്ണ്, കവള് തൊടുത്തിരിക്കുകയാണ്. നടന്നു പോയ 10 പേര് നോക്കും ഒറിജിനൽ തൃശ വന്ന് നിൽക്കണൊക്കെ തോന്നും. ഇത് ഏത് റൂട്ടാടാ പറയുന്ന? എടാ, നിന്റെ അമ്മായിയമ്മ നിന്നെ തല്ലിയോ ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ? അല്ല മാമൻ ഇങ്ങനെയാടാ അവരുടെ സ്വഭാവം. എങ്ങനെയാടാ സ്വഭാവം? ഓ, ഇതേ കണക്കൊരു വൃത്തിയുടെ സ്ത്രീ ഈ ലോകത്ത് വേറെ ഇല്ല. 50,000 രൂപ മുടക്കി ഞാൻ നല്ലോണം കുറയ്ക്കൊരു പട്ടി ഇവിടെ പഠിച്ചോണ്ട് എവരതിനെ അഴിച്ചു വിട്ടളഞ്ഞു. എന്തിനാ അഴിച്ചു വിടുന്ന ചോദിച്ചപ്പോഴേ ഈ തറവാട്ടിൽ എന്റെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടാ മതി. അങ്ങനത്തെ സ്ത്രീയാണ്. എടാ, നമ്മള് ഈ പെണ്ണുങ്ങൾ പറയുന്ന കേട്ട് ജീവിക്കരുത്. നമ്മൾ ആണുങ്ങൾ നമ്മുടേതായ ഒരു ബലം ഉണ്ടായിരിക്കണം. ആണുങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ഈ പെണ്ണുങ്ങളെ മുമ്പ് ഇങ്ങനെ ഓച്ചാരിച്ച് നിൽക്കല്ലേ. മനസ്സിലാക്കിയ രതീഷയെ നിനക്ക് ജീവിക്കാം. അതാണ് ചെയ്യേണ്ടത് കേട്ടാ. ഒരു ബഹളം അവിടെ കരാട്ട പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ രതീഷ് മനസ്സിലാക്കണം. നമ്മൾ പെണ്ണുങ്ങളെ മുമ്പ് താന്നിരിക്കും. നമ്മൾ ജീവിക്കാൻ വേണ്ടി അന്തസ്സായിട്ട് നമ്മൾ പണിയെടുത്ത് ഒരു പടിക്ക് മുകളിലായിരിക്കണം നമ്മൾ ആളുകൾ. അതെ, ആ കരാട്ട പ്രാക്ടീസ് അതല്ലെന്ന്. അതാണ് ഞാൻ പറഞ്ഞ എന്റെ അമ്മാവി. നെഞ്ചൊക്കെ എടുത്ത് നിന്റെ നെഞ്ചത്തോട്ട് ഇറങ്ങി മര്യാദക്ക് നേരെ ചെയ്യണം. ചേർക്ക് എന്തുവാടാ കാണിക്കുന്നത് നീ? ബ്രീത്ത് ഇങ്ങനെ പിടിക്കടാ. അല്ല, മാമനല്ലേ പറഞ്ഞു ഒരു പടി മേളിക്കണോ? ഒരു പടി പെണ്ണുങ്ങൾ ഒരു പടി മേളിക്കണോന്ന് പറഞ്ഞ എല്ലാ പെണ്ണുങ്ങളും അല്ല. അവരെ പ്രായം നോക്ക്. പ്രായം അനുസരിച്ച് നമ്മൾ പ്രായം അനുസരിച്ച് വേണം പെരുമാറാൻ ആൾക്കാരെ. മാമൻ പറഞ്ഞ പിടിവള്ളി നമ്മളെ കയ്യിരിക്കണം. പിടിവള്ളി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ സംസാരിക്കാൻ പോണ ശരിയാണോ? നിങ്ങളെ പേടിക്കണ്ടെന്ന് മാം പറഞ്ഞില്ലേ? അല്ല അമ്മ, അത് ഡോക്ടർ പറഞ്ഞേ അമ്മ. ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഈ കഴുത്ത് റെഡി ആവുമെന്ന് പറഞ്ഞു. പിന്നെ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണേന്ന് പറഞ്ഞു. അമ്മ, ശോഭ ഇവിടെ ഇല്ലേ അമ്മ? അവള് രാവിലെ ജോലിക്ക് പോയിട്ടുണ്ട്. ജോലിക്ക് അവള് ചോറ് കൊണ്ടുപോയി അമ്മ. കൊണ്ടുപോയി മുട്ട പൊരിച്ച അവൾക്ക് പ്രത്യേകിച്ച് കൊടുക്കണം കേട്ടോ. അത് മറക്കരുത്, അല്ലെങ്കിൽ അവള് ചോറ് തിന്നത്തില്ല. അതെന്താ ഒലിച്ചടാ? അതല്ല ഞാൻ മാമൻ ചോദിക്കാന്ന് പറഞ്ഞ. അല്ല, ഇത് നമ്മളെ എന്റെ ചുമ്മാ ആരാധകൻ, ഫാൻ ബോയ് എന്ന് പറഞ്ഞു. ഇത് ആരാധകനാണ്, അമ്മയുടെ ആരാധകൻ. ഓ, ആരാധകൻ. എന്റെ പൊന്നെ, ഈ കുഷിന്റെ ഇടയിലൊക്കെ നീ എങ്ങനെയാടാ ജീവിക്കുന്നത്? പുഷ്പ
48 വയസ്സ്. പണ്ട് ഇങ്ങനെ അമ്മച്ചിയുടെ വളെ മോട്ടിച്ചോണ്ടാണ് ഇയാൾ ജിറാപ്പഞ്ചി പോയത്. അങ്ങനെ സംഭവം. ആധാർ കാർഡ് എന്തിനാ ഇത് എന്റെ തന്നെ? ഇല്ലെങ്കിൽ അതും ഇതും ഒക്കെ വിളിച്ച് പറയും. ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇത്. നമ്മൾ ആരാന്നുള്ള കാര്യം മനസ്സിലായാൽ മതിയല്ലോ. അപ്പൊ ഇവ എന്റെ ആരാധകനല്ല, നിന്റെ ആരാധകനാ. നീ വന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. എടാ മഹേഷ്, നിന്നോടാ പറഞ്ഞ നെഞ്ചക്കെടുക്കണം, നേരെ ചെയ്യണ ചെറുക്കാവുന്ന്. ഇവരെന്ത് അല്ല, വേറൊന്നും അല്ല സംഭവം. മേഡം, നമ്മുടെ കുടുംബത്തില് ഒരു ബഹുമാനപ്പെട്ട, നമ്മൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരാളാണ് ഈ ഇപ്പൊ നിൽക്കുന്ന രതീഷ്. അപ്പൊ രതീഷിന് ഈ കഴുത്തിൽ ഇങ്ങനെ ഒരു അപകടം പറ്റിയത് എന്തിനാണെന്ന് എല്ലാവർക്കും കുടുംബക്കാർക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട്. അപ്പൊ അത് എന്തെന്ന് രതീഷിന് ഇങ്ങനെ കഴുത്തിനൊരു അപകടം പറ്റിയത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടി കുടുംബക്കാർക്ക് താല്പര്യമുണ്ട്. അതിന് എടാ, ഞാന് 1.5 ഗ്രാമിന്റെ ഒരു മോതിരം കൊണ്ടുപോയി പണയം വെച്ചിട്ട് കുറച്ച് പച്ചത്തേങ്ങ വാങ്ങിച്ചോണ്ട് വന്ന് അത് തിരുമിക്കൊണ്ടിരുന്നപ്പോ അത് വാരി ഇവനെടുത്ത് അങ്ങ് തിന്നു. ചവിട്ടി കൊടുത്ത് ഞാൻ കൊടുക്കണ്ടേ? എടാ, ചിറാപ്പുഞ്ചിയിലെ തേങ്ങ പോലല്ല കേരളത്തിലെ തേങ്ങയുടെ വില. അത് നീ മനസ്സിലാക്കണോ ആദ്യം? എന്തോന്ന തേങ്ങയുടെ അല്ല, ഇത് ഞാൻ ഈ നിസ്സാര കാര്യത്തിനാണ് തല്ലിയത്. പുഷ്പ, നീ ഇനി വന്നേ, കൊറേ കാര്യങ്ങളുണ്ട്. ഇവന്റെ കാര്യമെന്ന് പറഞ്ഞാലുണ്ടല്ലോ. എടാ, ഇവന് ഷുഗർ എത്രന്നറിയാവോ? ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞേക്കുന്ന ഇനി ഇവനെ വിളിച്ചോണ്ട് അങ്ങോട്ട് ചെന്നേക്കരുത്, അവിടുത്തെ മിഷീൻ അടിച്ചു പോകുന്നു. കൊച്ചിന് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ലഡു ഇവൻ പാതി രാത്രി ആരും കാണാതെ പോയി കട്ടിന്റെ അടിയിൽ നിന്ന് എടുത്ത് തിന്നേക്കുന്നു. വായിന്ന് ഒരു കഷ്ണം അറിയാതെങ്ങാണ്ട് തറയിൽ പോയി ഏതോ ഒരു ഉറുമ്പ് എടുത്തോണ്ട് പോയി. ടോർച്ച് അടിച്ച് ആ ഉറുമ്പിന്റെ പുറകെ പതുക്കെ പോയി അതിന്റെ കൂടം കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന ലഡു ആ ഉറുമ്പോടുകൂടി വാരി തിന്നിട്ട് ഇവനൊരു വരവ് വന്നു. തണ്ണിമത്തൻ മുറിച്ച് വെച്ചേക്കുന്ന പോലെ ഇരുന്നു ഇവന്റെ ചുണ്ടു. ഇവന് ആർത്തിയാടാ, ഇവന് ആർത്തി. അല്ല, അത് വേറൊന്നും അല്ല. നമ്മുടെ കുടുംബത്തിനൊരു പ്രശ്നമുണ്ട് മേഡം. അത് വേറൊന്നും അല്ല. നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങളെ വയറ് പരിശോധിച്ചിട്ട് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞായിരുന്നേ. ഈ കൊക്കോ പുഴുവിന്റെ കോളനി വളരുന്ന വയറുകളാണ് നമ്മുടെ കുടുംബത്തുള്ളത്. അപ്പൊ പിന്നെ കഴിഞ്ഞ ആഴ്ച എന്റെ വയറും ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി. കൊക്കോ പുഴുവിന്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. പുഴുവിനെ വിളിച്ചോണ്ട് നീ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കണം, ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങണം നീ. അമ്മ, അതെന്ത് വർത്താനമ്മ? എനിക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ അമ്മ? ഇറങ്ങിപ്പോ കാര്യം എന്തിനാണ്? ഇന്നലെ വൈകുന്നേരം നീ ചോദിച്ച അവകാശമാണ് ഇപ്പൊ നിന്റെ പെടലിക്കിരിക്കുന്നത്. അടുത്ത ഒരെണ്ണം കൂടെ തരണമെങ്കിൽ നീ എനിക്ക് കുറച്ച് സാവകാശം തന്നേ പറ്റത്തുള്ളൂ. എടാ, ഒരു കുടുംബം ആകുമ്പോ അവിടെ പല ജോലികളുണ്ട്. എന്തേലും ഒരു ഉത്തരവാദിത്തം നിനക്കുണ്ടോ? അമ്മ, നിങ്ങൾ കണ്ണിച്ചൊരാ സംസാരിക്കും. മാമ ഇത് കേൾക്കാം. ഇവിടെ 48 കരാട്ട പ്രാക്ടീസ് ചെയ്യുന്ന പയ്യന്മാരുണ്ട്. 48 പേര്. പിന്നെ ഹുഷും ഹാഹുയുടെ ഇടയിൽ ഇത് നോക്കി നിൽക്കാൻ ആരെങ്കിലും ഇവിടെ വേണ്ടേ? ഒരാൾ വേണം. നോക്കി നിൽക്കേണ്ട കാര്യം എന്തുള്ളത്? ഈ ഹായും ഹുഷും ഒക്കെ വിടുന്ന സമയത്ത് ആർക്കും ശ്വാസം കിട്ടാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആശുപത്രി കൊണ്ട് ആൾ വേണ്ടേ ഇവിടെ? 46 കുഷൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരാളുള്ളത് നല്ലതാണ്. പിന്നെ ഒരാൾ വേണം, അതുള്ളത് നല്ലതാണ്. അതില്ലെന്ന് പറയുന്നത്. ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തോ സംസാരിക്കുന്നത്? നിങ്ങൾ എനിക്ക് അവകാശപ്പെട്ട പെണ്ണല്ലേ ഇത്? മാമ, ഇത് വേറൊന്നുമല്ല. എന്റെ മാത്രം തെറ്റല്ല, പിന്നെ എന്റെ ഭാര്യയുടെ കയ്യിലും തെറ്റുണ്ട്. അവളെ ഭാഗത്ത് എന്തോ തെറ്റ്? അവക്ക് വേറെ കണക്ഷൻ ഉണ്ട്. എന്തുവാടാ ഇപ്പൊ അവൻ പറഞ്ഞത്? എന്റെ മോക്ക് വേറെ കണക്ഷൻ ഉണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാടാ? എന്റെ കൊച്ചിന് മറ്റേ പരമസിംഹ സംഘടന സാധനം ഉണ്ടെന്നല്ലേ ഇവൻ പറഞ്ഞത്? പരമഹംസേ? അത് ചരിത്രത്തിലല്ലേ പരമഹംസയൊക്കെ വരുന്നത്? അതല്ലടാ, മറ്റേ അതല്ല, പിന്നെ ഇല്ല പരമബന്ധം. എടാ, ഇവനെ പോലെ ഒരുത്തന് കെട്ടിച്ചു കൊടുത്തോണ്ടല്ലോടെ ഇല്ലാത്ത വാക്കൊക്കെ ഇപ്പൊ ഞാൻ പഠിക്കേണ്ടി വന്നത്. ആണോ? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്ത്രീധനം 10 ലക്ഷം 5 ലക്ഷം രൂപ ഇപ്പൊ ഇങ്ങോട്ട് തരാൻ പറയുന്നോട്. നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ അറിഞ്ഞൂടാത്ത അവൻ സ്ത്രീധനം കൊണ്ടുവരണം. നിങ്ങൾ പറയണോ? അതെന്താണ്? മാമ, ഇത് വേറൊന്നുമല്ല. ഇവര് പറയാൻ എന്താണെന്ന് അറിയാമോ? പരപുരുഷ ബന്ധം പറയാൻ അറിഞ്ഞൂടാത്ത ഞാൻ സ്ത്രീധനം കൊടുക്കണം. കണ്ടോ? എടാ, എന്റെ പെങ്കുച്ചിന് എന്തോ ഒരു ജീവനാടാ. നിന്നെ നീ അത് മറന്നല്ലേ? നിങ്ങൾ ജീവനായോണ്ടായിരിക്കും ചെറുക്കന്റെ കാര്യത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇത് എന്റെ പുഷ്പ, നീ വന്നേ. എടാ, ഇത് മാത്രമല്ലടാ, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടടാ. കഴിഞ്ഞ ദിവസം എന്റെ കൊച്ചു എന്നോടൊരു വിഷമം പറഞ്ഞറിയാമോ? പിന്നെ ഹാർമോണി ഇല്ലടാ. ഒറ്റപ്പാലത്തെ ബാബു മാമ അറിഞ്ഞാടാ? ഇല്ല, പറയല്ലേ. 2 അറ്റാക്ക് കഴിച്ചിരിക്കുന്ന മനുഷ്യൻ ഇതിവിടെ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തീരും. പിന്നെ മനസ്സാ വാച കർമ്മണ ഞാൻ ഒരു തെറ്റും ഞാൻ അവളോട് ചെയ്തിട്ടില്ല. അവളായി ഇങ്ങനൊരു വാക്ക് വീഴും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും എനിക്ക് തരണ്ടായിരുന്നാളാ ഈ കാര്യം. ഇതൊക്കെ ഇങ്ങനെ മേഡം, ഇത് കൊച്ചിലെയോ സംഭവിച്ചതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇവന് ഈ ഷിബു ആയിട്ട് പാളയിലിരുന്ന് നിരങ്ങി അങ്ങനെ ഇത് പോയതാണോ എന്ന് എനിക്കൊരു സംശയം. എന്തുവാടാ നീ പറയുന്നേ? എന്തുവാ നീ പറയുന്നേ?
അല്ലെ അല്ലെങ്കിൽ പിന്നെ സ്റ്റെയറില്ലേ സ്റ്റെയറിന്റെ കമ്പി ഇരുന്ന് കുത്തരാ നീ അങ്ങനെ പോവാനാ വഴി. അത് രണ്ടല്ലാതെ ഒരു വഴി ഹാർമണി പോവാൻ. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഹാർമണി എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പൊരുത്തമില്ല, ഒരു മാനസിക ഐക്യമില്ല. നിമന് പിന്നെ ഞാനും പറഞ്ഞ ഷിബുവായിട്ട് മാനസിക പൊരുത്തമില്ല. എന്തോ പറയണത്. ഞാൻ അവിടെ 10 പൊരുത്തമാണ് അറിയാമോ? എടാ പൊരുത്തം ഉണ്ടായിട്ടാണോടാ മുണ്ടിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വഴക്കുണ്ടാക്കിയത്? അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ മേടിച്ചുകൊണ്ടുവന്ന മുണ്ടിന്റെ കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിനെ കൂടെ കൊണ്ടുപോയി നിനക്ക് മുണ്ട് മേടിച്ചാ പോരെ? അപ്പൊ ആ കര എനിക്ക് ഇഷ്ടപ്പെടണ്ടേ? എന്നാ നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ പോയി മുണ്ട് മേടിച്ചാ പോരേടാ. മേടിച്ചിട്ട് വന്ന് ഞാൻ അവളൂടെ പോയി കരയുള്ള മുണ്ട് മേടിച്ചിരുന്നപ്പോ ഇവർക്ക് ആ കര ഇഷ്ടപ്പെട്ടില്ല. എന്നാ നിങ്ങൾക്ക് 3 പേർ കൂടെ പോയി ഒരു മുണ്ട് മേടിച്ചുകൂടായിരുന്നാ? അയ്യോ എന്റെ പൊന്നോമ അത് മേടിച്ചോണ്ട് വന്ന്, പക്ഷെ എന്റെ ഈ കൊച്ചു മോൻ ഇഷ്ടപ്പെട്ടില്ല അതിന്റെ കര. എന്ത് ചെയ്യൂന്ന് പറയാം. മാമ എന്തെന്ന് ആലോചിക്കുന്ന മാമോ? കാലിത്തീറ്റൊരു ചാക്ക് കിടപ്പുണ്ടാവും. ഉണ്ട് വലിച്ചീറി ഉടുക്കണം. അതേ അതെ ഒരു മുണ്ട് മേടിക്കാൻ നിനക്ക് അറിഞ്ഞൂടെ ഇത്രയും നാളായിട്ട് ആണുങ്ങൾ? അല്ല മാമ മുണ്ട് അല്ലെങ്കിൽ ചേമ്പലെടുത്ത് മറച്ചു പിടിച്ചോണ്ട് നടക്കണം. അതെ എന്റെ കുടുംബത്തിലെ എന്റെ മരുമോൻ മുണ്ടെടുക്കണോ എന്തുടുക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇത് ആരാടാ ഇത്? നീ ആരാ ഇത്? പറയാൻ ആരാ? അയ്യോ മാമനെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. 16 കളരിക്ക് ആശാനാണ് എന്റെ മാമ, അറിയാം. 18 കളരിയല്ലേ? അല്ല 2 കളരിക്ക് മാമൻ പോയില്ല. അന്ന് കരപ്പറ്റി കിടപ്പിലായിരുന്നു. അങ്ങനെ 16 കളരിയായിരുന്നു. എന്തിനാണ് എന്തോ ചിറാപ്പുഞ്ചിരി ഇവിടം വരെ വണ്ടിക്കൂലിയും ചെലവാക്കി വന്നത്? വേറെ ഒരു കാര്യമില്ല. അല്ല പിന്നെ വേറെ സംഭവം ഉണ്ടായി. നമ്മൾ തെക്കേ ക്ഷേത്ര ഉത്സവത്തിന് ആൾക്കൂട്ടം, ഭയങ്കര ആൾക്കൂട്ടം. അതിന്റെ നാടക്ക് മാമൻ കൈയും കടിക്കറിഞ്ഞ് നിന്നപ്പോഴത്തേക്ക് കമ്മറ്റിക്കാർ മാമനെ വളഞ്ഞു. ചുമ്മാരിടാ പറയട്ടെ മാമ, കമ്മറ്റിക്കാർ മാമനെ ഇങ്ങനെ വളഞ്ഞിന് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ മാമനെ വളഞ്ഞു നിൽക്കുന്ന ആൾക്കാരില്ല. കമ്മറ്റിക്കാർ വളച്ചതും കല്യാണം കഴിച്ചതൊന്നും പറയാതെ കാര്യം പറഞ്ഞു കൊടുക്കടാ. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഈ കമ്മറ്റി പ്രസിഡന്റ് എന്ന് വെച്ച് ഡേയ് നാട് ചോദിക്കാണ് ഈ ഉത്സവം മുടക്കാൻ വന്ന് നിൽക്കണടാ എന്ന് പറഞ്ഞു. മാമൻ ഇങ്ങനെ ഒരു നിപ്പങ്ങ് നിന്ന് ചാലിച്ചില്ലല്ലേ മാമൻ ഇങ്ങനെ നിന്നോടത്ത് കമ്മറ്റിക്കാർ കയറി നെരുങ്ങിട്ട് അങ്ങ് പോയി. ഇങ്ങനെ തന്നെ പിക്കപ്പിൽ കൊണ്ടുപോയി വൈദ്യശാലയിൽ കൊണ്ടുപോയി 3 പ്രാവശ്യം പുഴുങ്ങിയിട്ടാണ് അവനെ കൊണ്ടുവന്നത്. ആവി കൊടുത്ത് പുഴുങ്ങിയിട്ടാണ് കൊണ്ടുവന്നത്. അതങ്ങ് പുഴുങ്ങി എന്തായാലും. എടാ ഇവന്റെ കുടുംബക്കാരുടെ ധൈര്യം പോലല്ലേ എന്റെ കുടുംബക്കാര്. എന്റെ അച്ഛന്റെ ഒക്കെ ധൈര്യം എന്ന് പറഞ്ഞാൽ അതാണ് ധൈര്യം. നിങ്ങളുടെ അച്ഛൻ എന്തോ ധൈര്യം? ഇവരച്ഛൻ അറിഞ്ഞൂടാ. ഇപ്പോഴും പ്രശ്നം നടക്കുകയാണ്. 4 പേരാണ് ചൈനയിൽ പോയിരിക്കുന്നത്. ഇവർ അച്ഛനെ തിരക്കി. അനാവശ്യം പറയരുത് കേട്ടോ. എടാ ധൈര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ധൈര്യശാലിയായിരുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? എന്റെ പപ്പയുടെ ധൈര്യം ഉണ്ടോ നിങ്ങളുടെ അച്ഛനുണ്ടോ? എന്റെ പപ്പയുടെ ധൈര്യം അതായത് ജംഗ്ഷനിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്, ബാബു ആന്റണി ഉദ്ഘാടനത്തിന് വന്നേക്കുന്നു. പപ്പ വണ്ടിയും കൊണ്ടിട്ട് നോക്കിയപ്പോഴേ വണ്ടിക്ക് പോവാൻ ഇതില്ല, പോവാനുള്ള സ്ഥലമില്ല. എന്ത് ചെയ്ത് പപ്പ ഇറങ്ങി സ്റ്റേജിലേക്ക് എന്നിട്ട് ബാബു ആന്റണിയുടെ മുടി ചുറ്റി പിടിച്ച് ബാക്കിയുള്ള വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഉദ്ഘാടനം എന്നും പറഞ്ഞു. ഈ മനുഷ്യനെ എനിക്കൊന്ന് കാണണം. ഇത്രയും ധൈര്യശാലി ഞാനൊന്ന് കണ്ടിരിക്കണം. ഇപ്പൊ എവിടെയുണ്ട്? കാണാൻ പറ്റൂല. അടുത്ത ആണ്ടിന് വന്ന പപ്പയുടെ പേരിൽ ഒരു പ്ലേറ്റ് ചോറ് തരാം. ബാബു ആന്റണിയുടെ മുടി കുറ്റി പിടിച്ചാ വിടുവോ? മറ്റേ ജിമ്മന്മാരില്ലേ ഇങ്ങനെ വെച്ചിട്ട് ടമാർ പടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇപ്പോഴും അതിന്റെ ഞരക്കം വീട്ടിൽ നിന്ന് മാറി. എന്തുവായാലും എന്റെ മോള് വരാതെ ഇവന്റെ കാര്യത്തിൽ തീരുമാനം അത്ര രണ്ടും ഇവിടെ ഇറങ്ങും. ചെറുക്കനെ പരിഗണിച്ചേ പറ്റൂ. പറ്റത്തില്ല. പരിഗണിച്ചേ പറ്റൂ. ഉടക്കരുത്. ഉടക്കാൻ എന്തോ കുഴപ്പമാടാ. എന്തോ രതീഷ കുഴപ്പം. ഉടക്കി കഴിഞ്ഞ് അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവർ തലയിൽ ഓടടിച്ച് പൊട്ടിക്കും. അവരെ തന്നെ ഓടടിച്ച് പൊട്ടിച്ചാ അവർക്ക് വേദനിക്കും. നിനക്കെന്താ? അവരുടെ തലയിലല്ലെന്ന്. ഇവൻ ആരുടെ വഴക്കൂടങ്ങി എന്റെ തലയിൽ ഓടടിച്ച് പൊട്ടിക്കുമെന്ന് അവര്. എന്റെ ചെറുക്കനെ അപ്പൊ പരിഗണിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കരോട്ടെന്നല്ലേ പറഞ്ഞേ? നിങ്ങളുടെ തിരുനെറ്റിക്ക് ഞാൻ ഇടിക്കാൻ പോവാണേ. അയ്യോ നിങ്ങളുടെ തിരുനെറ്റിക്ക് ഞാൻ ഇടിക്കാൻ പോവാ. എനിക്ക് കാണാൻ വയ്യേ. ഇടിക്കോടാ കാണാൻ വയ്യ. എനിക്ക് കാണാം. പുഷ്പ ഇടിക്കും. പുഷ്പ നീ ഇനി പറയാതെ ഇടിക്കടാ. ഇടിയടാ. മൂക്കിനിട്ട് ഇടിക്കാൻ പോവാ. അമ്മായിയമ്മയുടെ മൂക്കിനിക്ക് ഇട്ട് ഇടിക്കാൻ പോവാ ഞാൻ. ഞാൻ പറഞ്ഞില്ല ഇടിക്കല്ലേ ഒരു പാവമല്ലേ. ഇടിക്കല്ലേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇടിക്കല്ലേ ഞാൻ പറഞ്ഞായിരുന്നു. എന്റെ അടുത്ത് പറയുന്നത് അവിടെ ചെന്ന് പറയണം. ഇതെന്തോന്ന് തുണി വിരിക്കാൻ പോണം? എന്തിനാ തുണി വിരിച്ചത്? സമയം എന്തായി? സമയം 11 മണിക്ക് മുണ്ട് കഴുകി അശയിലിടുന്ന ഒരു ശീലം എനിക്കുണ്ട്. നീ എത്ര പൊരുത്തമുണ്ടെന്ന് പറഞ്ഞാൽ നീ നിന്റെ വൈഫായിട്ട് ശോഭയായിട്ടാ 10 ൽ 10 പൊരുത്തമുണ്ട്. നിനക്ക് അന്തസ്സോടെ സുഖമായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് നിന്റെ ശോഭയും നീയും തമ്മിലുള്ള പൊരുത്തമല്ല, നിന്റെ അമ്മായിയും നീയും തമ്മിലുള്ള പൊരുത്തം ആദ്യം കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ എന്നെ പോലെ എപ്പോഴും താണ്ട ഇതുപോലെ തുണി അഴിച്ചിടേണ്ടി വരും ഇവിടെ. പിന്നെ നല്ല ഉഷാർ കടി ട്രിപ്പിൾ സെൽവ ശ്യാമ സൂര്യശ്രീ നന്നായിരുന്നു കേട്ടാ.
എനിക്ക് തോന്നണ ഈ മരുമോൻ വിളിച്ചോണ്ടും പറഞ്ഞത് ഈ ഒത്തീർപ്പിന് വേണ്ടിയല്ലേ. ഒത്തീർപ്പിന് വിളിച്ചോണ്ടും പറഞ്ഞ ആള് കൊള്ളാം. ആ മൂത്രം ഒഴിക്കുന്ന സംഭവം അത് മൂത്രം ഒഴിക്കാതിരുന്നത് ക്ലൈമാക്സിന് വേണ്ടിയാണെന്നുള്ള കാര്യം മനസ്സിലായി. ചില വീടുകളിലും ചില നമ്മളറിയാത്ത പരിസരങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്കൊക്കെ വന്നൊരു കാര്യമുണ്ട്. കാരണം അവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്, ഇവിടെ ആലുണ്ട്, അവിടെ ഒരു കാവുണ്ടെന്നൊക്കെ പറഞ്ഞ് ചില സമയത്തൊക്കെ എനിക്കൊക്കെ അങ്ങനെ പറ്റാറുണ്ട്. കാരണം ഇത്രയും കൂടിയും ഈ അമ്പലമൊക്കെ ആയിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാർ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞുവിട്ട് ഷ്യാമിൻ്റെ ആ ഒരു എന്താ പറഞ്ഞ ക്യാരക്ടർ ഭയങ്കരമായിട്ട് പിടിച്ച് തന്നെ ആദ്യം തുടങ്ങി അവസാനം വരെയും കറക്റ്റായിട്ട് നെക്കൊക്കെ ഇട്ടിട്ട് നിന്നിരുന്ന് ആ ഒരു പാടില്ലാത്ത അവസ്ഥ, ഇടികൊണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ക്ലൈമാക്സിന് കറക്റ്റായിട്ടുള്ളൊരു പറയാനൊരു കാര്യം ഉണ്ടായിരുന്നു, ആ ചെയ്യാനൊരു കാര്യം ഉണ്ടായിരുന്നു. ആ അഴയിൽ നീ അതൊരു മെസ്സേജും കൂടിയാണല്ലോ. കാരണം ഇയാൾക്കൊരു മെസ്സേജാണത്. കാരണം ഇങ്ങനെ നീ പൊരുത്തം നോക്കിയില്ലെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് പരന്നു മണിക്ക് മുണ്ടലിക്കിടേണ്ടി വരും എന്നുള്ള സംഭവം നല്ല നിങ്ങളെ സംബന്ധിച്ച് സാധാരണ ഇറങ്ങിപ്പോക്കൊക്കെയാണ്. കാരണം സ്കിറ്റിൽ നല്ല കഴമ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാം. ശരിക്കും പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ നേരത്തെ ചെയ്തിരുന്നത്. പക്ഷേ ഈ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ സൂര്യശ്രീയുടെ കാര്യം എടുത്ത് പറയണോ. സൂര്യശ്രീ ഏത് വേഷത്തിൽ വന്നാലും നല്ല ക്ലാരിറ്റിയോട് സംസാരിക്കുന്ന ആളാണ്, ഒന്നും തെറ്റിക്കാറില്ല. ഇത് എന്തെടുത്താലും അത് സൂര്യശ്രീ അർഹതപ്പെട്ടൊരു കയ്യടിയാണ്, കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നെ സെൽവരാജിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം സെൻറ്ററിൽ നിന്നിട്ട് ഒരു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആൾ എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ ഈ ഫ്ലോറിൽ സെൽവം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. നല്ല സ്കിറ്റായിരുന്നു, ഓൾമോസ്റ്റ് നല്ല സ്കിറ്റായിരുന്നു. നല്ല കൗണ്ടറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവസാനവും ഈ പറഞ്ഞുവിട്ട് ക്ലൈമാക്സ് നന്നായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും മാത്രം ഒത്തുചേർന്നാൽ പോരാ, അവർ തമ്മിലുള്ള ചേർച്ച മാത്രം പോരാ. കല്യാണം എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടുകാരായിട്ടും ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടുമുള്ള ഒരു ചേർച്ചയാണ് സാധാരണ. അല്ല ഇപ്പൊ ചേട്ടാ ഇപ്പൊ അങ്ങനെ നോക്കലൊന്നുമില്ല. മൊബൈൽ ഫോൺ കൈമാറണേണ്. ചെക്കൻ്റെ വൈഫിന് പെണ്ണിനും കൊടുക്കും, പെണ്ണിന്റെ ചെക്കനും കൊടുക്കും. അതോടെ പലപ്പോഴും അപ്പൊ ഈ സാധാരണ ഇവര് തമ്മിൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല. ഭാര്യ അവരുടെ അച്ഛനമ്മമാരുടെ വീട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടായാലും അത് കണക്ട് ചെയ്ത് അവസാനം ഭാര്യയിലും ഭർത്താവിലോട്ടും വന്ന് പെടും. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ സ്കിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ വഴക്ക് ഗംഭീരമായിട്ട്, അതായത് നേരിട്ട് ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കിടാതെ ത്രൂ അമ്മായിയമ്മയെ ആ വഴക്ക് കൊണ്ടുവന്ന ആ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതൊരു നല്ലൊരു കൺസെപ്റ്റാണ്. കാരണം നേരിട്ടാണ് സാധാരണ എല്ലാ സ്കിറ്റുകളും നോക്കിയാൽ ഹസ്ബൻഡും വൈഫും തമ്മിലെ വഴക്ക്. ഇത് ഹസ്ബൻഡ് വൈഫിനെ കാണിക്കുന്നുമില്ല, എന്നാൽ ആ വഴക്കുകളെല്ലാം എന്താണെന്നുള്ളത് ത്രൂ അമ്മായിയമ്മ അത് കൊണ്ടുവന്നു. ശരിക്കും അമ്മായിയമ്മയാണ് ഇതിനകത്ത് ഇവിടുത്തെ പ്രതി. പുള്ളിക്കാരിയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്, ഭാര്യയല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് പല കുടുംബങ്ങൾക്കും ഇതൊരു നല്ലൊരു പാഠം കൂടെ ഇതിനകത്തൂടെ നൽകുന്നുണ്ട്. പിന്നെ പെർഫോമൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നല്ല ലൈഫ് കളിയായിരുന്നു, നല്ല വെറൈറ്റി കളിയായിരുന്നു, നല്ല ഹ്യൂമറായിരുന്നു, നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. സെൽവ കൊള്ളായിരുന്നു കേട്ടോ. കണ്ടന്റ് നല്ല കണ്ടന്റായിരുന്നു. ഈ കുടുംബത്തിലുണ്ടാകുന്നൊരു പ്രശ്നം തീർക്കാൻ വേണ്ടി ചിറാപ്പൂഞ്ചിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആരായിരുന്നു? മാമനല്ലേ? എൻ്റെ എപ്പോഴും ക്ഷാമമുള്ളൊരു ഒരു ടീമാണ് നിങ്ങൾ. പിന്നെ തുടക്കമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ആ കൂട്ടിക്കൊണ്ട് വരവും ആ മ്യൂസിക്കും അതിന് മുമ്പുള്ള ആ കൗണ്ടറും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടറും, നിങ്ങൾ ശ്യാമും സെൽവനും തമ്മിലുള്ള ആ സാധനങ്ങളൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഇതല്ല നിങ്ങളിൽ നിന്ന് വരേണ്ടത്, ഇതല്ല, ഇതിലപ്പുറത്തേക്ക് വരേണ്ടതാണ്. പക്ഷേ എന്തോ സ്ക്രിപ്റ്റിന് ചെറിയ ഒരു ഷോർട്ടേജ് വന്നുകൊണ്ട് ഈ സാധനം എടുത്ത് വേണമെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്താണെന്ന് ഞാൻ പറയും. അല്ലേ? കാര്യം മീഡിയേറ്റർ ആണ്, എല്ലാ സ്കിറ്റിലും ഒരു മീഡിയേറ്റർ ആണ് സെൽവം വരുന്നത്. മീഡിയേറ്റർ ഇത് വേറൊരു രൂപത്തിലേക്കാക്കി വേറൊരു മീഡിയേറ്റർ വന്നേ ഉള്ളൂ. അല്ല സെൽവ, അതല്ലേ സത്യം? കിറ്റ് നന്നാവാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു മീഡിയേറ്റർ ആയത്. കുഴപ്പമില്ലായിരുന്നു, സംഭവത്തിന് അത്യാവശ്യം കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളിൽ നിന്ന് ഇതല്ല. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടീം ട്രിപ്ലസിന്റെ പൈസ കൊടുക്കാം ആദ്യം. നസീർക്ക. ഞാനൊരു 12,000 രൂപ. ഞാനൊരു 13,000 രൂപ. അപ്പൊ 25,000 രൂപ ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ വിട്ടാക്കാം. അതെ പിടിച്ചോ. പുഷ്പന ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നമുക്കിത് പോരാ, നമുക്ക് പോകണം. അടുത്ത ഒരു ഗോൾഡിലേക്ക് പോകണം. ഓക്കെ, അപ്പം ഉടനെ ചിറാപ്പൂഞ്ചിക്ക് തിരിച്ചു ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് റെഡി. നമ്മുടെ കൊച്ചുപ്രതി വേട്ടനുണ്ട്, സൈചേട്ടനുണ്ട്, കൂടെ ദീപ്തി ഉണ്ട്. നല്ല കൈഡി. പറയാൻ വയ്യ കനവിൽ കുടിയേറി
പെണ്ണ് കാണാൻ ചരക്കനും കൂടെ വന്നെന്ന് പറഞ്ഞോളൂ. അപ്പോഴത്തേക്ക് പെര എന്ന് തുള്ളിക്കളിച്ച് പൊളിക്കും. എന്റെ ദൈവമേ, ആ കല്യാണ പല്ലക്ക് പഞ്ചറാവണേ. നീ എന്നാടി വിഷമിച്ചിരിക്കണേ? ഞാൻ എന്തിനാ വിഷം വെച്ചോണ്ടിരിക്കണത്? ആട്ടി കിടുക്കാച്ചി സാധനം ഫസ്റ്റ് തന്നെ. അതാണ് ചോദിച്ചേ, നീ എന്തിനാ വിഷമിച്ചിരിക്കണേന്ന്. ശ്രീകുട്ടി, അത് വേറൊന്നല്ല. എന്നെ പറ. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു പ്ലാൻ വേണ്ടേ? ചെക്കന് വല്ല സംസ്കാരം ഉണ്ടാവും. അതോർത്ത് നീ പേടിക്കണ്ട. നിന്നെ കെട്ടിക്കഴിഞ്ഞാ പിറ്റേ ദിവസം അവന്റെ സംസ്കാരം ഉറപ്പ്. പിന്നെ അറിഞ്ഞോടെ എന്റെ ടെൻഷൻ. എന്റെ കല്യാണം നടക്കൂല്ലേ ഭഗവാനെ? എനിക്ക് അതോർത്ത് നീ പേടിക്കണ്ട. അച്ഛനമ്മ ഈ കല്യാണം നടക്കാൻ വേണ്ടിട്ടാണ് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിക്കുന്നത്. അതൊക്കെ നടന്നോളും. പിന്നെ ഞാനെന്തായാലും കല്യാണം കഴിച്ച് ചെക്കൻ്റെ കൂടെ പോകും. പിന്നെ നിന്റെ പ്ലാനിങ് എന്താ? എനിക്ക് അന്നും ഇന്നും എന്നും ഒറ്റ പ്ലാനുള്ളൂ. എനിക്ക് കുറേ പഠിക്കണം. എന്റെ ദൈവം തമ്പുരാനെ, 9ാം ക്ലാസ്സിൽ 9 വട്ടം പഠിച്ചിട്ട് കൊതി തീരാത്തൊരു പെണ്ണ്. നീ ഇനി ആ സ്കൂളിൽ പഠിക്കാൻ ചെന്നാ അവിടെയുള്ള പിള്ളേര് TC മേടിച്ച് പോകുന്ന പറഞ്ഞേക്കണ. ശ്രീകുട്ടി, ഇവിടെ നോക്കിയിട്ട് സുന്ദരി കുഞ്ഞല്ലേ. എടി, അച്ഛൻ എന്താ പറഞ്ഞറിയോ? ശ്രീത്തമ്പളങ്ങളെ മുഖമാണ് എന്റെ ശ്രീകുട്ടിയുടെ എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഇങ്ങനെ സത്യം പറയണോ ഒരു തന്ത? എടി നോക്കടി, ഈ ഡ്രസ്സിൽ എന്നെ ചക്കനെ കണ്ട ഇഷ്ടപ്പെടും. അയ്യേ, ഈ ഡ്രസ് കൊള്ളില്ല. സുന്ദരിയല്ലേ ഞാൻ? എന്തിനു കൊള്ളാൻ? ഞാൻ പറയട്ടെ, എന്നെ പോലെ നല്ല മോഡേൺ ആയിട്ട് നടക്ക്. ഇപ്പോഴത്തെ ഉള്ള ആണുങ്ങൾക്കൊക്കെ മോഡേൺ ആയിട്ടുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം അല്ലേ ജീവച്ചേട്ടാ? ആ കണ്ടോ, നീ സുന്ദരിയാ, നിനക്ക് മോഡേൺ ഒക്കെ ആണെങ്കിൽ ഞാൻ നാടനല്ലേ. എനിക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് മാറ്റ്. ഞാൻ വേറെ ഏതിടാനാ? ഒരു കാര്യം ചെയ്യും, എന്റെ ആ പിറന്നാളിന് ഇട്ട മറ്റേ ചുവന്ന ലാച്ച, ആ ലാച്ചയിട്. അത് ഞാൻ അലമാരിൽ തേച്ച് മടക്കി നല്ല അങ്ങട് നോക്ക്. അതെടുത്തതാ, ഞാനവിടെ നോക്കട്ടെ. ആദ്യം എന്നോട് ചോദിച്ചില്ല എന്നാ എന്റെ പ്ലാൻ എന്ന്. ഇതാണ് എന്റെ പ്ലാൻ. ഇവക്ക് വേറെ കിട്ടും ചെറുക്കന്മാരെ. എന്റെ കാര്യം അങ്ങനെയല്ല. ഇന്നിവിടെ ചെറുക്കം കാണാൻ വന്ന് ആദ്യം എന്നെ കണ്ട് എന്നെ കെട്ടിയിട്ട് മതി ഇവക്കട കല്യാണം. നീ അവിടെ കണ്ടത് തല്ലി പൊളിക്കുള്ളൂ, തുറക്കൂല ഞാൻ. ശ്രീകുട്ടി, രാമൻകുട്ടി, അയ്യോ അച്ഛൻ കൃഷ്ണൻകുട്ടി, അമ്മ അമ്മണിക്കുട്ടി, ചേച്ചി മണിക്കുട്ടി, വീട്ടുപേര് പാറുക്കുട്ടി വിലാസം. ആരാ ഈ പാറക്കുട്ടി? അച്ചാമ്മ. ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ വീട്ടുപേര് മാറ്റണം. അതെന്നാ? അംഗൻവാടി അല്ലെങ്കിൽ പ്ലേ സ്കൂൾ, അതാണ് ബെസ്റ്റ്. ചേട്ടാ വലിയ തമാശക്കാരനല്ലേ? ഓ അങ്ങനെയൊന്നുമില്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തമാശകള്. ഒരു കാര്യമില്ല, ഇവിടെ വലിയ തമാശ വേണം, എന്നാലാ കാര്യമുള്ളൂ. അല്ലല്ലേ? എന്നെ മനസ്സിലായോ? ഞാനാണ് കുട്ടിയുടെ ചേച്ചി നന്ദിനി കുട്ടിയെ പെണ്ണ് കാണാൻ വന്ന രാമൻകുട്ടി. കുട്ടി മാറിപ്പോയി, മണിക്കുട്ടി. മണിക്കുട്ടി, മണിക്കുട്ടി ഇവിടെ നാണത്തോടെ വിളിച്ചിരിക്കുകയാണോ മണിക്കുട്ടി? ചേട്ടാ, അവള് നാണത്തോടെ വിളിച്ചിരിക്കുകയല്ലോ, പിന്നെ കുടുംബത്തിന് മൊത്തം മാണക്കേട് ഉണ്ടാക്കി വെച്ചേക്കുക. മനസ്സിലായില്ല? ഇന്നലെ രാത്രി അവക്കടെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി. ഇത് ആരാ ഇങ്ങനെ മുട്ടുന്നത്? അതുമല്ല, പൂച്ചയായിരിക്കും. പൂച്ച ഉണ്ടെങ്കിൽ മുട്ടും. എന്നാലും മണിക്കുട്ടി പോയോ? മണിക്കുട്ടി പോയി. ഈശ്വര, 36. എല്ലാ ദൈവമേ, 36,000 പ്രാവശ്യം കേട്ടതായി സാധനം. അയ്യോ, ഞാൻ 36 വർഷം മറ്റേ ജോർജ് സാറിന്റെ ഡയലോഗ് പറഞ്ഞല്ല, 36 വയസ്സായെന്ന്. എനിക്ക് 36 വയസ്സായി. ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട് പല കാരണങ്ങളായിട്ട് അത് 4 വാക്കും തെറിച്ചു പോയി. അവസാനം ഞാൻ പോയി ഒരു പാലമരത്തിരുന്ന് ആണി ഊരി. എന്ത് കാര്യത്തിന്? ഏച്ചി എങ്കിൽ ഏച്ചി, ഏതെങ്കിലും ഒന്ന് കെട്ടണം. ഇത്രയും വയസ്സായില്ലേ? അങ്ങനെ ഞാൻ നോക്കിന്നപ്പോ ഒരു കിടുക്കാച്ചി യക്ഷി ഇങ്ങനെ ഇറങ്ങി. എന്നിട്ട് എന്റെ അടുത്ത് പറയാ, ചേട്ടാ ചേട്ടന് വേറെ നല്ല യക്ഷിയെ കിട്ടും, ഞാൻ കമ്മിറ്റഡ് ആണെന്ന്. ഞാൻ വീണ്ടും ആണി അവിടെ അടിച്ചു വെച്ചിട്ട് നടന്ന. ഇനിയിപ്പോ എന്താ, മണിക്കുട്ടിയും പോയി, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ. ചേട്ടാ, എനിക്ക് ചേട്ടന്റെ വിഷമം മനസ്സിലാവും. മനസ്സിലാക്കിട്ട് എന്ത് കാര്യം? ഞാൻ ആലോചിച്ചിട്ട് ഇതിനൊരു പരിഹാരമുള്ളൂ. എന്ത് പരിഹാരം? എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിന് അവള് നാണക്കേട് ഉണ്ടാക്കി വെച്ചു. കൂടെ ചേട്ടന്റെ ഈ സങ്കടവും. ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കെട്ടിക്കോ. എന്താ പറഞ്ഞ? ചേട്ടാ, ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബലിയാടാവാം. എന്റെ സങ്കല്പത്തിലുള്ള ആളേ അല്ല ചേട്ടൻ. എന്നാലും അല്ല, എന്താ ശ്രീകുട്ടിയുടെ സങ്കല്പം? എന്താ എന്റെ സങ്കല്പം എന്ന് വെച്ചാല് ഒരു 6.5 7 അടി പൊക്കം വേണം, നല്ല നീണ്ട കഴുത്ത് വേണം, വിടർന്ന ചെവി വേണം,
ശരിക്കും പറഞ്ഞാൽ എന്റെ കൂടെ പഠിച്ച നമ്മുടെ സിറാജിനെ പോലെ തന്നെ ഇരിക്കണം. ആറാറയുടെ പൊക്കവും നീണ്ട കഴുത്തും ഉണ്ടെങ്കിൽ സിറാജ് അല്ല, അത് ജിറാഫ് ആയിരിക്കും, ജിറാഫ്. ഇതാരടാ ഈ കിടന്ന് മുട്ടുന്നത്? അത് വല്ല മരപ്പട്ടിയായിരിക്കും. മരപ്പട്ടിയാ? ആ. എന്റെ പൊന്നു ദൈവമേ, ഇത് കുറച്ച് കഷ്ടമായി പോയല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാം, എനിക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് ഞാൻ പെണ്ണ് കണ്ട് 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 മടുത്ത്. ചേട്ടാ ആ, എന്നെ കേട്ടു. അതേ പ്രകാരം ഉണ്ടല്ലോ, എനിക്ക് വിധിച്ചത് ശ്രീകുട്ടിയാണെന്നാ തോന്നുന്നത്. ആയിരിക്കും ചേട്ടാ, ആയിരിക്കും. ആയിരിക്കും. ഇനി എനിക്ക് അലയാൻ വയ്യ 36. അയ്യോ, അതല്ലേ? ഞാൻ വയസ്സ് പറഞ്ഞതാണ്. വയസ്സ് പറഞ്ഞാ എനിക്ക് ശ്രീകുട്ടിയെ മതി. ചേട്ടൻ എന്നെ കേട്ടുവോ? 100%. ഇനി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, എനിക്ക് എങ്ങും പോകാൻ വയ്യ. എനിക്ക് ആരെങ്കിലും ഒരാളെ കെട്ടണം, എനിക്ക് ശ്രീകുട്ടിയെ മതി. ഇനി ഞാൻ ശ്രീകുട്ടിയെ കെട്ടത്തുള്ളൂ. ചേട്ടാ എന്നെ കേട്ടുവോ? കെട്ടുമെന്ന്. കേട്ടുവോ? കെട്ടും. കേട്ടുവോ? അയ്യോ. പിടിച്ചോ. എന്റെ പൊന്നപ്പോ, എന്തിനാണ് ആവശ്യമില്ലാത്ത? എന്റെ ചേട്ടാ പിടിച്ചത് നന്നായി. ആ. അല്ലെങ്കിൽ നാളത്തെ പേപ്പറിലെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നേനെ. എന്തോന്ന്? നാണം കൊണ്ട് കളം പറിച്ച് ബാലൻസ് തെറ്റി വധു മരിച്ചു പോയത്. ഈശ്വരോ, അതും കൂടി എന്റെ തലയിൽ ഇപ്പൊ വന്നേനെ. എന്തായാലും ഞാൻ തീരുമാനിച്ചു, ഇനി ശ്രീകുട്ടി എനിക്കുള്ളതാണ്. അതെ, എന്റെ സങ്കല്പങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചു. ഓക്കേ. ഇനി എന്റെ സങ്കല്പത്തില് മൊത്തം ചേട്ടനാ. ആണല്ലേ? പിന്നെ വന്നിട്ട് ഇത്രയും സമയമായി, ഒരു ചായ. അയ്യോ 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 അയ്യോ, സോറി ഞാൻ മറന്നുപോയി ചേട്ടാ. ഓക്കെ. ഞാൻ പോയി ചായ എടുക്കട്ടെ? ചായ എടുത്തിട്ടോ. ചായ എടുത്തിട്ട് വരാവേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ? ഈ മുട്ടൽ ഒരുപാട് ഇങ്ങനെ കെട്ടോണ്ടിരിക്കുന്നല്ലേ, എന്താ സംഭവം? മുട്ടില് വേറെ ഒന്നുമല്ല, അതിവിടെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. എല്ലാത്തിനെയും കൂടി പഞ്ചാരി മേളത്തിന് വിട്ടേക്കും, അപ്പൊ വരും. എന്നല്ലേ? എലി, പൂച്ച, മരപ്പട്ടി, ദൈവമേ, പെണ്ണ് കാണാൻ വേണ്ടി കാഴ്ചബംഗ്ലാവിലാണോ ഞാൻ വന്നത്? ഈ പൂച്ച ഞാൻ ഇന്ന് തല്ലിപ്പോയി. ഇതിനകത്താണോ? ആരാ? അലമാരയോ? അലമാരയിൽ ആരാ? അത് പറ, ഇതാണല്ലേ മണിക്കുട്ടി. അപ്പൊ ഇന്നലെ രാത്രി നീ കാമുകനോട്ട് തൊളിച്ചോടി പോയിട്ട് എങ്ങനെ അലമാരക്കകത്ത് വന്നു? അത് പറ. അതല്ല, എന്റെ അടുത്ത് ശ്രീകുട്ടി പറഞ്ഞു. പിന്നെ ആ കൊച്ചിന്റെ നന്മ കൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ കൊച്ചിനെ. ഞാനാണ് മണിക്കുട്ടിയെ പെണ്ണ് കാണാൻ വന്ന. ഞാനാണ് മണിക്കുട്ടി. ഇങ്ങോട്ട് വാ. അവള് കള്ളത്തരം പറഞ്ഞതാ. കള്ളത്തരോ? ആ, അവള് കഴിഞ്ഞ ദിവസം ഉറങ്ങിക്കിടന്ന് അച്ഛനെ വിളിച്ച് പറഞ്ഞതാന്നറിയോ? അച്ഛേ വേഗം എഴുന്നേക്ക്, അമ്മ പാല് ഇറക്കാമെന്ന കറവക്കാരനെ കൂടെ ഒളിച്ചോടി പോയെന്നറിയാവോ? അങ്ങനെയൊക്കെ പറയൂ. അങ്ങനെയൊക്കെ പറയാന്ന്. ഇതൊക്കെ ചെറുത്. 3-4 ദിവസം ഉറക്കം ഉളച്ചിട്ട് ഗൂഗിളിൽ കയറി മറ്റേ ടോവിനോ തോമസ് എന്ന് പറഞ്ഞ സിനിമാ നടനല്ലേ, ആ ചെക്കന്റെ നമ്പർ കള്ളം പോലെ ഇങ്ങനെ തപ്പി എടുത്തിട്ട് നട്ടപ്പാതിരക്ക് ആ ചെക്കനെ വിളിച്ചിട്ടേ, നിനക്ക് ചുണ ഉണ്ടെങ്കിൽ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ച് ഐ ലവ് യു എന്ന് പറയടാന്ന്. അപ്പളാ കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയത്തിയ 3-4 വയസ്സിന് എളുപ്പോ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത പെങ്കൊച്ച ഇച്ചിരി പിരിലൂസാണ്. എനിക്ക് ചെറുതായിട്ട് തോന്നി, എന്നെ കൊണ്ട് പെട്ടെന്നൊക്കെ സത്യം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കുക. ആണോ? ഞാൻ സുന്ദരിയല്ലേ? സുന്ദരിയാണ്. ഞാൻ നിന്നല്ലേ കാണാൻ വന്നത്. എന്നെ കിട്ടിയ പിന്നെ 100% നിന്നെ കെട്ടത്തില്ല. അത് പിന്നെ കൊച്ചെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയായിട്ട് കാണാൻ. തന്നല്ലേ? എനിക്ക് ഭയങ്കര ടെൻഷനായി. ഹലോ, ചായ വേണ്ടേ? വിത്തൗട്ടാണ്. പഞ്ചാര എന്തിയടി? പഞ്ചാര ഇവിടെ ഒഴുകുണ്ടല്ലോ കുറെ നേരമായിട്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ചായ ചായ കുടിക്കാം. കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് മണിക്കുട്ടി പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. അപ്പൊ എങ്ങനെ കല്യാണത്തിന്റെ കാര്യം? ഞങ്ങളുടെ കല്യാണം വേഗം അച്ഛൻ അമ്മ അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഞങ്ങൾ ഉറപ്പിച്ച് എല്ലാം സെറ്റാക്കും. ഈ കല്യാണം ഉറപ്പിച്ചോ? ഈ കല്യാണം ഉറപ്പിച്ചത്. എടാ, വാക്കിന് വിവരമില്ലാത്ത സിൽക്കിന്റെ ഉടുപ്പിട്ടേച്ച് പിന്നെ നിന്നെ എന്ത് ചെയ്യാൻ വിളിക്കും? വാക്കിന് വ്യവസ്ഥയില്ലാത്തവരെ വെറും വാക്കാ. പിന്നെ ഞാൻ തട്ടും. മര്യാദക്ക് എന്നെ കെട്ടിക്കോ. നീ എന്ത് വർത്താനൊക്കെ പറയണ? എന്ത് കാര്യം മനസ്സിലാക്കണം. നിന്റെ ചേച്ചിനെ കെട്ടാൻ പോണ ചെക്കനായത്. നിന്റെ ചേട്ടന്റെ സ്ഥാനം ഇങ്ങനെ പറയാൻ പാടില്ല. ചേട്ടനുള്ള ചേട്ടത്തില്ല. ആദ്യം ഞാനാണ് പുള്ളിനെ കണ്ടത്. പുള്ളി ആദ്യം എന്നെ കെട്ടാൻ നിങ്ങളും ഇപ്പൊ എന്താ വിഷയം? എന്നെ കെട്ടണം. നിന്നെ കെട്ടും. എന്നെ കെട്ടിയാ മതി, അവളെ കെട്ടണ്ട. നിന്നെയും കെട്ടും. അതേ അവളെ കെട്ടണക്കായി നല്ലത് എന്നെ കെട്ടണാണെന്ന് ആലോചിച്ച് നോക്ക്. നിന്നെയും കെട്ടും. നിന്നെയും കെട്ടും. അവക്കൊരു ചുരിദാറിന് തുണി എടുക്കണമെങ്കിൽ 2.25 മീറ്റർ വേണം. എനിക്ക് 1/4 മീറ്റർ പോലും വേണ്ട. അവളെ നിങ്ങൾക്ക് ലാഭം. ഇവിടെ വാ. ചോറ് കൊടുക്കണമെങ്കിൽ അവള് ഒറ്റയരിപ്പിന് 4 കിണ്ണം ചോറിനും. എനിക്ക് പൂച്ചയ്ക്ക് കൊടുക്കണ അത്ര കുറച്ച് ചോറ് മതി. അവിടെ നിങ്ങൾക്ക് ലാഭം. ഇവിടെ വാ. ഒരു സിനിമാ തിയേറ്ററിലോ ബസ്സിലോ കയറിപ്പോയാ അവക്ക് ഫുൾ ടിക്കറ്റ് എടുക്കണം. എനിക്ക് ഹാഫ് മതി. അപ്പൊ അതല്ലേ ലാഭം. ഞാൻ നിന്നെ കെട്ടും. കെട്ടും. എന്തെന്നാണ് രാമൻകുട്ടിയേട്ടേ പറഞ്ഞത്? എന്നെ കെട്ടാന്ന് പറഞ്ഞതല്ലേ? എന്നെ കെട്ട്. എന്നെ കെട്ട്. 36. അതല്ല,
അതല്ല 36 വയസ്സായി ഇപ്പോഴാ ഇങ്ങനെ ഒരു ഓഫർ. അതും 2 എണ്ണം. ലളിത ഗാനവല്ലവാ സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം ഗൈയടാ സ്വീറ്റ് ഫേസ് ഉള്ളൊരു ഹാൻസം ഗൈയടാ ചപ്പി ചിക്കി മച്ചി ഗൈയടാ കൊലുസിനൊലൊസ നടനമേ മയിലിനൊത്തൊരഴകിയേ നളനു പ്രണയ ദൂതു പോയ രാജഹംസമേ. എന്റെ പൊന്നു ദൈവമേ, ഇരുന്നിരുന്ന് വന്ന് കയറിയത് ആര് ഈ സമയത്ത് കിടന്ന് വിളിക്കുന്നത് ഈശ്വര? ഹലോ ഹലോ, ആ ബ്രോക്കറായിരുന്ന? നിന്നെ എത്ര തവണ വിളിച്ചടാ ഞാൻ. ഞാനിവിടെ അല്പം തിരക്കായിരുന്നു ബ്രോക്കറെ. നമ്മളെ ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ പോണ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഓ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴേ അറിഞ്ഞത് അവളുമാരെ അച്ഛനും അമ്മേനെ അടിച്ചോടിച്ചിട്ട് ഭർത്താക്കന്മാരെ തട്ടിയിട്ടോ നിക്കുന്നത്. നേരത്തെ കെട്ടിയതാ 2 എണ്ണം. സൈക്കോയാ സൈക്കോ. അപ്പൊ ഞാനെന്ത് ചെയ്യണം? നീ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഞാൻ നേരെ അവരെ വീട്ടിൽ വന്നിരിക്കുന്നു. എന്നാ പിന്നെ ആദരാഞ്ജലികൾ. ബ്രോക്കറെ വാ, പല്ലിന് നല്ല വിടവുണ്ട്. വാ, എന്നെ കെട്ടോ. കെട്ടിയില്ലെങ്കിലേ ഈ പല്ലും നഖവും എല്ലാം ഞാൻ വലിച്ചു കുറച്ച് എടുക്കും ഞാൻ. മനസ്സിലായി. ഹലോ. ഓ പല്ലും നഖവും ഓൾറെഡി ബുക്ക്ഡ് ആണേ. ഇതെന്നാന്നറിയാവോ? എനിക്ക് മനസ്സിലായി. ഹ്യൂമർ കുറവാകൊണ്ട് ആമറും കൊണ്ട് വന്നല്ലേ? അല്ല, ഇതെന്തിനാന്നറിയാമോ? ഇല്ല. നിന്റെ കാലിന്റെ ചിരട്ട ഞാൻ തല്ലിപ്പൊട്ടിച്ച് അത് ഇസ്തിരിപ്പെട്ടിയിട്ട് എന്റെ ഡ്രസ് ഞാൻ തേക്കും. എന്നെ നീ കെട്ടിയില്ലെങ്കിൽ എന്റെ അടുത്തായ നിങ്ങളെ 2 പേരെ ഞാൻ കെട്ടും. ഒരല്പം വെയിറ്റ്, ഞാൻ കട വരെ ഒന്ന് പോയിട്ടുണ്ട്. ഞങ്ങളെ കെട്ടാൻ താലിമാല മേടിക്കാൻ പോണേണ. താലിമാലയല്ല, ഒരു വടം വാങ്ങിച്ച് 2നെയും കൂടെ കെട്ടിയിട്ടിട്ടേ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പോയിരടി. നല്ലൊരു കയ്യടി. നല്ല ഒരു ചേച്ചി അനിയത്തി അല്ലേ നസീർക്ക? നല്ല ചേച്ചി അനിയത്തിയാ. കുഴപ്പമില്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. എന്നാലും എന്തൊക്കെയോ സജിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം സജിയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഞ്ച് നമുക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് തന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് മനസ്സിലാകും തോന്നുന്നു. ചിരിക്കാൻ പറ്റുന്ന നല്ല നല്ല മുഹൂർത്തങ്ങൾ കിട്ടിയില്ല. എന്നാൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ചിരിക്കാനുണ്ട്. അത് പോരാ, നിങ്ങളിങ്ങനെ ഹൈപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമല്ലേ. അപ്പോൾ അത് തമാശകളുടെ നല്ലൊരു കുറവുണ്ട്. പിന്നെ കണ്ടന്റ് ഒത്തര അങ്ങോട്ട് ഒരു സുഖമില്ലായ്മ പോലെ തോന്നി. അതിൻ്റെയൊക്കെ ആയിരിക്കും. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അത് പിടിക്കണം, മാറ്റിയെടുക്കണം. കാര്യം അതേപോലെ പൊയ്ക്കൊണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യണം, നല്ലതായിട്ട് വരണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സജി, പ്രദീപ്, ദീപ്തി, ഈ ആർട്ടിസ്റ്റുകളുടെ പേരെടുത്ത് പറഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഇവരുടെ ലെവൽ എന്താണെന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് തമാശകളുടെ കുറച്ച് കുറവല്ല, വളരെയധികം കുറവുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു കാട് കയറിയുള്ള ആക്ഷൻ സാധനങ്ങളില്ലേ, അതാണ് കുറച്ചും കൂടിയും കൂടുതലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. തമാശകൾ പറഞ്ഞുള്ള തമാശകളൊക്കെ കൗണ്ടറുകളൊക്കെ ഭയങ്കര കുറവായിരുന്നു. ചേച്ചിമാർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ എനിക്ക് തോന്നിയത് ഒരിക്കലും ഒരു സൈക്കോലി വന്ന് അവസാനിക്കുമെന്ന് തോന്നിയില്ലായിരുന്നു. ആ സൈക്കോലി വന്ന് അവസാനിക്കുന്നത് കുറേ ഹ്യൂമർ കഴിഞ്ഞിട്ടാണെങ്കിൽ വൻ വിജയേനെ. കാരണം ഇങ്ങനെ നമ്മൾ വിചാരിച്ചു പോലില്ല നിങ്ങൾ രണ്ടുപേരും സൈക്കോ ടീമാണെന്നുള്ളത്. അല്ല, റിഹേഴ്സലൊക്കെ എടുത്തിട്ടുണ്ടല്ലേ? എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ കൂട്ട് കൗണ്ടറുകളുടെ കുറവാണ്. നസീർക്ക് പറഞ്ഞ കൂട്ട് തന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കുക. കാരണം നിങ്ങളെ കുറിച്ച് നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറയുമ്പോൾ ആ കാണുന്ന എക്സ്പെക്റ്റേഷൻ പോലെ ഉണ്ടാവണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ. അപ്പോൾ അത് ജനങ്ങൾക്ക് കൊടുക്കണം എന്തായാലും. അപ്പോൾ ഇതിങ്ങനെ പോട്ടെ എന്തായാലും കേട്ടാ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു പ്രസാദ്. കൃത്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞു ബിജുവും, അതുപോലെ തന്നെ നസീറും പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഓരോരോ 1 by 1 ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പറഞ്ഞു. ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് 2 പേർ ഒരേ സമയത്ത് വന്നപ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതൊരു ലോജിക്കില്ലായ്മ ഉണ്ടെന്നും എനിക്ക് തോന്നി. പക്ഷെ അതിനേക്കാളും ലോജിക്കില്ലായ്മ വന്നത് സ്വന്തം ചേച്ചിയും അനിയത്തിയും തമ്മിൽ എന്നെ കെട്ടെന്ന് പറയുന്നതിൽ ലോജിക്കില്ലായ്മ ഒഴിവാക്കിയത്, ആ ലോജിക്കില്ലായ്മ പരിഹരിച്ചത് ഇവർ 2 പേരും സൈക്കോ ആണെന്നുള്ളൊരു ഫോൺ വിളി വന്നതാണ്. ആ സൈക്കോ എന്നുള്ളൊരു ഫോൺ വിളി വന്നുകൊണ്ടാണ്
നമുക്കൊരു ഓക്കോടായിട്ട് തോന്നി എന്നെ കിട്ടുമോ എന്ന് ചോദിക്കുക. ആരും ചോദിക്കില്ലല്ലോ, പെൺകുട്ടികൾ അത്ര ഡയറക്റ്റായിട്ട് ചോദിക്കില്ല. പക്ഷെ അത് എന്തൊരു മോശമാണ് ഇവർ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അവസാനത്തെ ഒരു ഫോൺ വിളിയിൽ ആ ഒരു മൈനസ് പോയിന്റ് നിങ്ങൾ കവർ ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഹ്യൂമർ ഇല്ലായ്മ എന്നുള്ള കാര്യം ഇവർ പറഞ്ഞു. ഇവർ ഗംഭീര ആർട്ടിസ്റ്റുകളായ നിങ്ങളുടെയൊക്കെ സൂപ്പർ പെർഫോമൻസ് കണ്ട് ഞങ്ങൾ തലകുത്തി മറിഞ്ഞ് ചിരിച്ചിട്ടുള്ളതാണ്. ദീപ്തിയും പ്രദീപും എല്ലാം അറിയാമല്ലോ, സജിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുവരെ അത്രയും പവർ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം തകർക്കുമെന്ന് അറിയാം. താങ്ക് യു. അപ്പോ സൈക്കോസിന്റെ മാർഗ് സൈക്കോ ഫാമിലി ഒരു പാവം പാവം അത് വന്ന് പെട്ടുപോയതാ. അപ്പൊ ഒരു 7,000 രൂപ കൊടുത്തേക്കാം. 7,000 രൂപ. ഞാൻ 7,000 രൂപ കൊടുക്കാം. ടോട്ടൽ 14,000 രൂപ. പ്രസാദ് അയച്ചോ? ആയിക്കോട്ടെ. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. ഇത് കണ്ണുകിട്ടി പോയെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ഒരുപാട് അടിപൊളി സ്കിറ്റ് തന്നിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം ഉഷാറാക്കും അല്ലേ? അത്രേ ഉള്ളൂ. ഒരു ഗംഭീരമായിട്ടാണ് അടുത്ത പ്രാവശ്യം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സ്കിറ്റിന്റെ സമയം, നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഏതാണ്ട് കഴിയാറായി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല സ്കിറ്റുകളും കോമഡികളും കൗണ്ടറുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം ഗുഡ് നൈറ്റ്.